ബഹുമാന്യരായ സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് വിശ്വാസികളുടെ സമ്മേളന ദിവസമായ ഇന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ എന്തെങ്കിലും നേട്ടങ്ങൾക്കോ സന്തോഷങ്ങൾക്കോ കാര്യലാഭങ്ങൾക്കോ വേണ്ടി, ആനന്ദങ്ങൾക്കോ വേണ്ടി ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിലും പടച്ച റബ്ബിൻ്റെ നിയമത്തിന്, കൽപ്പനകൾക്ക്, ആജ്ഞകൾക്ക് വിരുദ്ധമായ ഒരു സമീപനവും നമ്മുടെ ഭാഗത്തു നിന്ന് വന്നു പോകരുത്. അത് നമുക്ക് തന്നെ പിന്നീട് വലിയ നഷ്ടവും സങ്കടവും ഖേദവും വരുത്തിവെക്കും. അതുകൊണ്ട് ദുനിയാവിൽ എന്ത് നഷ്ടം വന്നാലും ശരി, പരലോകത്തെ രക്ഷയും വിജയവുമാണ് എനിക്ക് വലുത് എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വ്യവഹാരങ്ങളും അവൻ്റെ വഴിയെ മാത്രം സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കണം. പടച്ച റബ്ബ് അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ആഴ്ചയും ഇങ്ങനെ ഉണർത്തപ്പെടുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ചയിലെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. വല്ല അബദ്ധവും വീഴ്ചയും പോരായ്മയും നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ സമീപനത്തിലോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നിയാൽ റബ്ബിനോട് ഖേദപ്രകടനത്തോടുകൂടി ഏറ്റുപറഞ്ഞ് പൊറുക്കലിനെ തേടണം. പടച്ച റബ്ബ് നമ്മളോട് വിട്ടുവീഴ്ചയും കരുണയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളിൽ ചിലരെ ബാധിക്കുന്ന, അവരുടെ വിശ്വാസത്തിലും കർമ്മത്തിലും ബാധിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു രോഗമാണ് നിഫാഖ് എന്നുള്ളത്. ആ രോഗം തൻ്റെ വിശ്വാസത്തിലും കർമ്മത്തിലും വന്നിട്ടുണ്ടോ, വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. മാത്രവുമല്ല, അങ്ങനെ വരാതിരിക്കുവാനുള്ള ആ അസുഖം എൻ്റെ ഹൃദയത്തെയും വിശ്വാസത്തെയും കർമ്മത്തെയും ബാധിക്കാതിരിക്കുവാനുള്ള ജാഗ്രതയും സൂക്ഷ്മതയും നമ്മൾ കാണിക്കണം. നിഫാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അതിന് മലയാളത്തിൽ കപടവിശ്വാസം, വിശ്വാസത്തിലെ കളങ്കം, വഞ്ചന, ഇരട്ടത്താപ്പ്
ഇതൊക്കെ മനുഷ്യരിൽ വന്നു പോകുന്നതാണല്ലോ. ഇത്രയും കാര്യങ്ങൾ തൻ്റെ വിശ്വാസത്തിലോ കർമ്മത്തിലോ വരുന്നുണ്ടെങ്കിൽ അതാണ് നിഫാക്ക് എന്ന് പറയുന്നത്. അഥവാ പുറമെ മുസ്ലിമാണെന്ന് ധരിക്കുകയും നടിക്കുകയും എന്നാൽ അകമേ അവിശ്വാസം കൊണ്ട് അവിശ്വാസത്തെ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇത് ഓരോരുത്തർക്കും സ്വന്തം കണ്ടെത്താൻ മാത്രം സാധിക്കുന്ന ഒന്നാണ്. ഇത് വിശ്വാസത്തെയും കർമ്മത്തെയും ബാധിക്കുന്നതാണ്. മഹാനായ പണ്ഡിതന്മാർ അങ്ങനെ തന്നെ അതിനെ വിശദീകരിക്കുന്നുണ്ട്. രണ്ടായിക്കൊണ്ട് തന്നെ വിശ്വാസപരമായ നിഫാക്ക്, കർമ്മപരമായ നിഫാക്ക്, അങ്ങനെ തന്നെ അതിനെ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഉണർത്തലുകൾ അതിനെക്കുറിച്ച് കേട്ടവരുമായിരിക്കും. നിഫാക്ക് എന്നുള്ളത് നിങ്ങൾ സംസാരത്തിൽ കളവ് പറയുന്നതും വാക്ക് പാലിക്കാതിരിക്കലും വിശ്വാസത്തിൽ വഞ്ചന ചേർക്കലും വഞ്ചിക്കലും, വല്ലാതങ്ങ് കോപം വരുമ്പോൾ ആ ദേഷ്യം അധികരിച്ചിട്ട് നിങ്ങളുടെ നാവിൽ നിന്ന് തെറികളും വരാം. ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന അപകടം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമാണ്. അത് ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് അപകടം വരുത്തി വെക്കും. അവരുടെ വ്യക്തിപരമായ സ്വഭാവ മഹിമയെ ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അവരുടെ വാക്കിനോ ആവശ്യത്തിനോ അവരുടെ ആവശ്യപ്പെടലുകൾക്കോ അവരെ തന്നെ ഒരു വില ഉണ്ടാവില്ല. ജനങ്ങളിൽ നിന്നുള്ള വിശ്വാസം നഷ്ടപ്പെടും. നമ്മൾ എത്ര വല്ല കർമ്മം ചെയ്യുന്നവരായാലും നിഫാക്കിൻ്റെ അംശം നമ്മളിൽ ബാധിച്ചാൽ നമ്മളെ തള്ളപ്പെടും എന്നുള്ളതാണ്. രണ്ടാമത് അത് ദുനിയാവിലെ നഷ്ടമാണ്. രണ്ടാമത് അവർ ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ അസുഖം ബാധിച്ചതുകൊണ്ട് പരലോകത്ത് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അവർക്ക് വലിയ നഷ്ടം വരുത്തി വെക്കും. ഈ ഒരു വശം നമ്മൾ ഓരോരുത്തരും സ്വന്തം ഹൃദയത്തോട് ആത്മാർത്ഥമായി അന്വേഷിക്കേണ്ടതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പ്രവാചകരാരായിരിക്കും നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുണ്ടാവുക? പ്രവാചകൻ പറയുന്നു, അത് മുനാഫിക്കുകളാണ്. നരകം തന്നെ ആഴത്തിലുള്ള അങ്ങേയറ്റത്തെ ചൂടുള്ള വേദനയുള്ള ഒന്നാണ്. അതിന് താഴെ ആരാണ് കിടക്കുക? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നു, അത് മുനാഫിക്കുകളാണ്, നിഫാക്ക് ബാധിച്ചവരാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗൗരവം ആ ഒരു വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. സൂറത്തു തൗബയിൽ മുനാഫിക്കുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പോലും സ്വീകരിക്കുകയില്ല. ഇസ്തഗ്ഫിറു ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും. നിങ്ങൾ മുനാഫിക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ. പിന്നെ ഒന്നും കൂടി അള്ളാഹ് ചേർത്ത് പറയാണ്, നിങ്ങൾ 70 തവണ പ്രാർത്ഥിച്ചാലും, ഒരു തവണ അല്ല, എത്ര തന്നെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചാലും. നമ്മൾ മനുഷ്യന്മാരോട് ചില കാര്യങ്ങൾ ചോദിച്ച് സാധിച്ചെടുക്കാൻ പല തന്ത്രങ്ങളും പയറ്റും. ആവർത്തിച്ച് ചോദിച്ചാൽ ഒരു പക്ഷേ അവർ തന്നെന്ന് വരും. പക്ഷെ നിങ്ങൾ മുനാഫിക്കുകൾക്ക് വേണ്ടി 70 തവണ തന്നെ പ്രാർത്ഥിച്ചാലും ശരി, ഫലം യഅ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു അവർക്ക് പൊറുത്തു കൊടുക്കുകയില്ല. ഇതാരെ ഉണർത്തിയതാണ്? ഇത് പ്രവാചകരെ ഉണർത്തിയതാണ്.
പ്രവാചകനോട് പറയുകയാണ്, അവർക്ക് വേണ്ടി എത്ര തവണ പ്രാർത്ഥിച്ചാലും പ്രവാചകരെ, മുനാഫിക്കുകളെ ഞാൻ പരിഗണിക്കുകയില്ല. നിഫാക്ക് ബാധിച്ചവരുണ്ടെങ്കിൽ ഞാൻ പരിഗണിക്കുകയില്ല. റസൂലിനോട് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, റസൂലിൻ്റെ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം സ്ഥാനവും എത്രമാത്രം പരിഗണനയുമാണ് അള്ളാഹു നൽകിയിരുന്നത്. അതേ റബ്ബ് റസൂലിൻ്റെ പ്രാർത്ഥന ഈ കാര്യത്തിലാണെങ്കിൽ അത് സ്വീകരിക്കുകയില്ല എന്നുണർത്തുകയാണ്. ശേഷം വരുന്ന ആയത്ത് നമ്മളെടുത്ത് നോക്കിയാൽ അതിൻ്റെ ഗൗരവം നമുക്കൊന്നുകൂടി മനസ്സിലാക്കും. മദീനയിലുണ്ടായിരുന്ന കപടവിശ്വാസികളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉബൈ എന്ന് പറയുന്നത്. വിശ്വാസിയായിരുന്ന അബ്ദുള്ളയുടെ പിതാവാണ്. ഈ അബ്ദുല്ലാഹിബ്നു ഉബൈ മരണപ്പെട്ട സന്ദർഭത്തിൽ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് മകൻ അബ്ദുള്ള പറയുന്നുണ്ട്, പ്രവാചകരെ, വാപ്പ മരണപ്പെട്ടു, നിങ്ങളൊന്ന് വീട്ടിൽ വരണം, എന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം, എന്നിട്ട് മുണ്ട് കൊണ്ട് ഒന്ന് മറ ചെയ്ത് വെക്കണം, കൂടെ ഒന്ന് നമസ്കരിക്കുക കൂടി ചെയ്യണം. ഇത് കേട്ട റസൂല് വിശ്വാസിയായ അബ്ദുള്ളയാണല്ലോ ആവശ്യപ്പെടുന്നത്. അത് സ്വീകരിച്ച് ആ മുനാഫിക്കായ അബ്ദുല്ലാഹിബ്നു ഉബൈയിൻ്റെ വീട്ടിൽ ചെന്ന് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പുറപ്പെടുകയാണ്. മുനാഫിക്കുകൾക്ക് വേണ്ടി വലാ തുസല്ലി അലാ അഹദിൻ മിൻകും മാത്ത അബദ, അവർക്ക് വേണ്ടി നമസ്കരിക്കാൻ പാടില്ല. ഒന്നും കൂടി ചേർത്ത് പറഞ്ഞ്, പ്രാർത്ഥിക്കരുത്, നമസ്കരിക്കരുത് എന്ന് മാത്രമല്ല, വലാ തഖും അലാ ഖബരിഹി, അവരുടെ ഖബറിൻ്റെ അടുത്തേക്ക് പോലും നിങ്ങൾ ചെല്ലരുത്. ഇതിൻ്റെ ആഴവും ഗൗരവവും നിങ്ങൾ എടുത്തു നോക്കും. കാരുണ്യത്തിൻ്റെ മതം, കാരുണ്യത്തിൻ്റെ പ്രവാചകൻ, കാരുണ്യത്തിൻ്റെ റബ്ബ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നു, ആ മുനാഫിക്കുകളാണെങ്കിൽ അവർക്കുള്ള പ്രാർത്ഥന സ്വീകരിക്കില്ല, അവർക്ക് വേണ്ടി നമസ്കരിക്കരുത്, അവരുടെ ഖബറിൻ്റെ അടുത്തേക്ക് മറ്റു ആവശ്യങ്ങൾക്ക് പോലും നിങ്ങൾ ചെല്ലരുത്. ഇത് തിരുത്തപ്പെട്ട ഘട്ടത്തിൽ തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഉമറിനോട് ചെന്ന് പറയുന്നുണ്ട്, അള്ളാഹ് എന്നെ തിരുത്തി, ആ ചെയ്തത് ശരിയല്ല എന്ന് ഉണർത്തി. അവർക്ക് നമസ്കരിക്കരുത്, പ്രാർത്ഥിക്കരുത്, അവരുടെ ഖബറിടത്തിൽ പോലും ചെല്ലരുത് എന്ന് എന്നെ ഉണർത്തി. ഇത് കേട്ടപ്പോൾ വിശ്വാസികൾ കാണിച്ച ഒരു ജാഗ്രതയുണ്ട്. എൻ്റെ കർമ്മത്തിലും എൻ്റെ വിശ്വാസത്തിലും ഈ രോഗം പിടിപെട്ടിട്ടുണ്ടോ, പിടിപെടരുതേ എന്നൊരാശങ്കയിൽ നിന്നുള്ള ഒരു ചികിത്സ, അതിനവർ തയ്യാറായി. ഹൻളല റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രവാചകൻ്റെ അടുത്തേക്ക് ഒരു ഘട്ടത്തിൽ ഓടിച്ചെല്ലുകയാണ്. നാഫക ഹല്ലല, നാഫക ഹല്ലല, ഞാൻ മുനാഫിക്കായിരിക്കുന്നു, എന്നെ ബാധിച്ചിരിക്കുന്നു, എന്നെ നിഫാഖ് ബാധിച്ചിരിക്കുന്നു. ഇങ്ങനെ ഉറക്കെ പറഞ്ഞ് ഓടുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ലേ ഹല്ലല, താങ്കൾ എന്താണ് ഇങ്ങനെ ഒച്ച വെച്ച് ഓടുന്നത്? എന്താണ് നാഫക ഹല്ലല എന്നതുകൊണ്ട് താങ്കൾ ആശങ്കപ്പെടുന്നത് എന്താണ്? അപ്പം ഹല്ലല പറയുന്നുണ്ട്, എന്നെ നിഫാഖ് ബാധിച്ചിട്ടുണ്ടോ, എൻ്റെ ഉള്ളിൽ കാപട്യം നിറഞ്ഞിട്ടുണ്ടോ എന്നൊരാശങ്ക എനിക്ക് വരുന്നു. തോന്നാൻ കാരണം പറഞ്ഞതെന്താ? ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, റസൂലിൻ്റെ മജ്ലിസിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല ഈമാനാണ്. പള്ളിയിലുണ്ടാകുമ്പോൾ ഈമാനാണ്. റസൂലിൻ്റെ കൂടെ ജീവിക്കുമ്പോഴും കേൾക്കുമ്പോഴും നസീഹത്ത് ലഭിക്കുമ്പോഴും എൻ്റെ ഈമാൻ അങ്ങനെ വർദ്ധിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ഞാനങ്ങനെ പുറത്തുപോയി എൻ്റെ ഉപജീവന മാർഗത്തിൽ, എൻ്റെ മറ്റു വ്യവഹാരങ്ങളിൽ, വീടുകളിലൊക്കെ കഴിയുമ്പോൾ എനിക്കാ ഒരു ബോധമില്ല. എൻ്റെ ഉള്ളിൽ ആ സ്വർഗനരകത്തെക്കുറിച്ചുള്ള ചിന്ത, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിലുള്ള വിശ്വാസം, ഇതൊക്കെ കുറഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പ്രശ്നം എനിക്കുണ്ടല്ലോ, എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി റസൂലിൻ്റെ അടുത്തേക്ക് ചെല്ലാം. രണ്ടുപേരും കൂടി റസൂലിൻ്റെ അടുത്തേക്ക് ചെന്ന് എന്നിട്ട് ഈ കാര്യം ഉണർത്തി. റസൂലെ, താങ്കളെ കൂടെ ജീവിക്കുമ്പോൾ, താങ്കളെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, താങ്കളെ മജ്ലിസിലുണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഒരു ഈമാനിക ശേഷിയാണ്. ഞങ്ങൾക്ക് സ്വർഗ നരകത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്. സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹവും
നരകം തടയപ്പെടണമെന്ന ചിന്തയുമുണ്ട്. പക്ഷെ റസൂലിൽ നിന്ന് മാറി നിന്നാലോ ഞങ്ങൾക്ക് ഒരു അസ്വസ്ഥതയാണ്, എന്താകുമെന്നൊരു വേവലാതിയാണ്, എന്താകുമെന്നൊരു ബേജാറും, എന്താകുമെന്ന അസ്വസ്ഥതയും, എന്താകുമെന്ന വേവലാതിയും, എന്തായിരിക്കുമെന്ന ഒരു പെയിനും ഉള്ളിലുണ്ട്. റസൂൽ പറഞ്ഞു, അത് നിഫാക്കിൻ്റെ അടയാളമല്ല, അത് ഈമാനിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു അടയാളമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത കർമ്മം കൊണ്ട് സംതൃപ്തി അടയുക എന്ന് പറഞ്ഞാൽ അത് നിഫാക്കിലേക്കുള്ള വഴി തുറക്കലാണ്. നിങ്ങൾ എത്ര വലിയ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും, പലരും പല തട്ടിലാകും. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരുണ്ടാകും, സുന്നത്ത് ബോംബുകൾ ക്രമപ്പെടുത്തി എടുക്കുന്നവരുണ്ടാകും. അതൊന്നുമില്ല, സാവകാശം സാധാ നമസ്കാരങ്ങൾ ഒത്തു തെറ്റാതെ നമസ്കരിക്കുന്നവരുണ്ടാകും. ആളുകളുടെ അവസ്ഥയും സാഹചര്യവും അനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാകും. പക്ഷെ ഓരോരുത്തരും ഏതളവിലാണോ ഉള്ളത് ആ അളവിൽ നമ്മൾ തൃപ്തിയടയുന്ന അവസ്ഥയുണ്ടാവരുത്. അതിനപ്പുറം അസ്വസ്ഥതയാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത്. ഞാൻ ചെയ്തു വെച്ചത് അത്യാവശ്യമുണ്ട്, അത് സ്വീകരിക്കുമെന്ന തോന്നലുണ്ടെങ്കിൽ അത് നിഫാക്കിൽ വഴി തുറക്കലാണ്. അതല്ല, ഇത് സ്വീകരിക്കപ്പെടുമോ, ഇത് കുറഞ്ഞു പോയല്ലോ, ഇനിയും ചെയ്യാനുണ്ടല്ലോ, ഇത് പോരല്ലോ എന്ന ചിന്തയുണ്ടെങ്കിൽ മഹായായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നു, അത് നിഫാക്കല്ല, അത് ഈമാനിൻ്റെ അടയാളമാണ് എന്നുള്ളതാണ്. ഇത് ഇസ്ലാമിൻ്റെ ഒരു വലിയ സവിശേഷതയാണ്. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും കേവല തൃപ്തിയല്ല. നിങ്ങൾ നമസ്കാരം എടുത്ത് പരിശോധിച്ച് നോക്കൂ. നമസ്കാരത്തിൽ നമ്മൾ സലാം വീട്ടിയ ഉടനെ പറയുന്നത് എന്താ? അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ്. യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്താണ്? അൽഹംദുലില്ലാഹ് എന്നല്ലേ? കാരണം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. പക്ഷെ ആ സന്തോഷത്തെയും പരിഗണിക്കാതെ ഇസ്ലാം ഉണർത്തുന്നു, നീ അസ്വസ്ഥമാവണം, അതിൽ പോലും വീഴ്ചയുണ്ടോ എന്ന് നീ ആശങ്കപ്പെടണം. ആ ആശങ്ക നിന്നെ റബ്ബിനോട് സ്വീകരിക്കണമെന്ന ഒരാഗ്രഹത്തിലേക്ക് എത്തണം. നമസ്കാരത്തിൽ നീ തൃപ്തിയടയുകയാണ് ശരിക്കും ഉണ്ടാവുക. നിങ്ങൾ നോക്കൂ, അതിന് മാത്രമുണ്ടല്ലോ നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കണമല്ലോ. നമ്മൾ അള്ളാഹു വലിയവനെന്ന് പറഞ്ഞിരുന്ന് ചെന്ന് നിന്ന് പിന്നെ വജ്ജഹത്തു വജ്ഹിയ ലില്ലദി, എല്ലാം മുഖം തിരിച്ച് റബ്ബിനോട്ടാണ്, എൻ്റെ കർമ്മവും ത്യാഗവും പരിശ്രമവും എല്ലാം നിനക്കാണ് എന്ന് പറഞ്ഞ് അവസാനം നമ്മൾ ഏറ്റുപറയുന്നു, അല്ലാഹുമ്മ ഫിർലി മാ ഖദ്ദംതു മാ അഖറർതു വമാ അസ്റർതു വമാ അഅലൻതു. നമുക്കറിയുന്ന പ്രാർത്ഥനയാണ്, നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. റബ്ബേ, ഞാൻ രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത് എല്ലാം പുറത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അള്ളാഹിനെ സ്തുതിച്ച് അള്ളാഹ്ക്ക് പ്രാർത്ഥിച്ച് അവസാനം നമ്മുടേതെല്ലാം ഏറ്റുപറഞ്ഞ് നമ്മൾ പിരിയുന്നു സലാം വീട്ടിയിട്ട്. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ നമുക്ക് വല്ലാത്ത സന്തോഷമുണ്ടാകും. ആ നിർബന്ധമായ കർമ്മം നമസ്കാരം അള്ളാഹുവിന് ചെന്ന് റുകൂഉം സുജൂദും നിർവഹിച്ച് ഞാൻ നിർവഹിക്കപ്പെട്ടു. പക്ഷെ സലാം വീട്ടിയ ഉടനെ സ്വാഭാവികമായിട്ടും ഒരു സ്തുതി വരേണ്ടതാണ്. പക്ഷെ ആ സ്തുതി പോലും രണ്ടാമത് മതി, നീ പറയണം അസ്തഗ്ഫിറുല്ലാഹ്. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു പാഠമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങളിലും അത് സ്വീകരിക്കപ്പെടുമോ ഇല്ലയേ എന്ന വേവലാതിയും അസ്വസ്ഥതയും പെയിനും നമ്മൾക്കുണ്ടായിക്കൊണ്ടിരിക്കണം. ആ വേവലാതിയും പെയിനും ഇല്ല എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് നിഫാക്കിലേക്കുള്ള വഴി തുറക്കപ്പെടലാണ്. ഇതേ ഒരു ഉണർത്തൽ തന്നെ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അവസാനമായി പൂർണ്ണമായി അവതരിക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൻ നസ്ർ. അതിൽ ഉണർത്തുന്നത് എന്താ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. നമ്മൾ വിജയിച്ച ഒരു ഘട്ടം വരാം, നിങ്ങൾക്ക് വിജയവും വിജയിക്കുന്ന വഴിയും തുറക്കപ്പെടാം. നിങ്ങൾക്ക് ആളുകൾ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി ഒഴുകി വരുന്ന സാഹചര്യവും വരാം. ആ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു സ്വാഭാവിക സന്തോഷം ഉണ്ടാവും. നമ്മളൊരു പരിപാടി നടത്തി, പ്രതീക്ഷിച്ചതിനപ്പുറം ആളുകൾ വന്നു, ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു, ഒരുപാട് ആളുകൾ കയറി വരുന്നു. മുമ്പത്തെ പോലെ അല്ല, ഇപ്പോൾ അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ വരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ നമ്മളെ പ്രവർത്തനങ്ങളിൽ. അങ്ങനെ ദീനി മാർഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ആളുകൾ കൂട്ടം കൂട്ടമായി വരും. അപ്പോഴൊരു സന്തോഷം ഉണ്ടാവും. ആ ഘട്ടത്തിലും എന്താ പഠിപ്പിക്കുന്നത്?
ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു. അവിടെയും ഉണർത്തുന്നത് ഈ കാര്യമാണ്. അപ്പോഴും നമ്മൾ അഭിരമിക്കുകയല്ല, സന്തോഷിക്കുകയല്ല, ആനന്ദിക്കുകയല്ല. അപ്പോഴും ഒരു വീണ്ടും വിചാരം, അസ്തഗ്ഫിറുല്ലാഹ്, ഒരു ഇസ്തിഗ്ഫാറിൻ്റെ മനോഭാവം, ഒരു ഉണർത്തൽ നമ്മുടെ ഹൃദയത്തിൽ വെക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ ഒരു വർഷത്തെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മളുള്ളത് ഷഅബാൻ മാസത്തിലാണ്. ഷഅബാൻ മാസത്തിൽ ഒരുപാട് സവിശേഷതകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഭൂമിയിൽ മനുഷ്യർ ചെയ്തു വച്ച പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ഒരു വർഷത്തെ ഒരു പ്രവർത്തനം ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഷഅബാൻ എന്നുള്ളതാണ്. ആ മാസം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവാചകൻ ധാരാളം സുന്നത്ത് നോമ്പുകൾ എടുത്തു. കാരണം എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ വേറൊരു നന്മയിൽ കൂടി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാവണം എന്നതുകൊണ്ട്. അതുകൊണ്ട് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസത്തിൽ നമ്മളത് കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ആ ഉയർത്തപ്പെടുന്ന കർമ്മങ്ങളുടെ അളവെന്താണ്, അതിൽ ചെയ്തു വെച്ചത് എന്തൊക്കെയാണ് ഉള്ളത്, അത് നിഫാക്കിൻ്റെ അംശങ്ങളും കെട്ടുപാടുകളും ഉണ്ടോ, എൻ്റെ വൈകല്യങ്ങളും കപടവിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങളും ലാഞ്ചനകളും എൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തിൽ സംഭവിച്ചിട്ടുണ്ടോ. അന്നത്തെ പോലെ മുനാഫിക്കുകളുടെ ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുക സാധ്യമല്ല. പക്ഷെ ഓരോരുത്തരും ഹൃദയത്തിലേക്ക് ചെന്ന് നോക്കണം. ഞാൻ നേരത്തെ ഹൻളലയുടെ ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെ മുനാഫിക്കുകളുടെ ലിസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചെന്ന ആദ്യ മനുഷ്യരാരാണ്? ഉമർ റളിയല്ലാഹു അൻഹുയാണ്. ഉമർ ആരായിരുന്നു നമുക്കറിയാം. അതാണ് ഉള്ളിലൊരു വേദന. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ ലിസ്റ്റിൽ ഞാൻ അപ്പുറത്താളുണ്ടോ ഇവനുണ്ടോ എന്നതല്ല, ഞാൻ ആ നിഫാഖ് എന്ന ബാധിച്ചവരുടെ ലിസ്റ്റിൽ വന്നു പോയിട്ടുണ്ടോ എന്നൊരാശങ്കയാണ്. പ്രിയമുള്ളവരെ, ഈ ആശങ്ക നമ്മുടെ ഉള്ളിൽ നമ്മൾ നിലനിർത്തണം. അങ്ങനെ ഈമാനിനെ നമുക്ക് അതുകൊണ്ട് വർദ്ധിപ്പിക്കാനും അതുകൊണ്ട് ഉയർത്താനും അതിൻ്റെ ഭാഗമായി കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കർമ്മത്തിലും നമ്മൾ കേവല സംതൃപ്തിയും കേവല സന്തോഷവും അടങ്ങുകയില്ല. എന്നിട്ട് ഒന്നും കൂടി അള്ളാൻ്റെ റസൂൽ പറഞ്ഞ്, ചെയ്ത പ്രവർത്തനത്തിൽ ചെയ്ത കർമ്മത്തിൽ ഒരാൾ സംതൃപ്തി ഉണ്ടെങ്കിൽ നിഫാക്കിൻ്റെ കാര്യത്തിൽ മുനാഫിക്കല്ലാതെ തൃപ്തിപ്പെടുകയില്ല എന്നതാണ്. പച്ചയായ വർത്തമാനമാണ്. എന്ന് പറഞ്ഞാൽ തൃപ്തിയിൽ മാത്രം, സംതൃപ്തിയിൽ മാത്രം ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള വഴി തുറന്നു എന്നതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്ന അധ്യാപനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാനും നിങ്ങളും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം. അങ്ങനെയുള്ള അംശം കപടമായ ജീവിതത്തിൻ്റെ, കപടമായ വിശ്വാസത്തിൻ്റെ, കളങ്കമായ പ്രവർത്തനത്തിൻ്റെ, നിഫാക്കിൻ്റെ അംശങ്ങൾ ബാധിച്ച പ്രവർത്തനം, ഉള്ളിലൊന്നും പുറത്തൊന്നുമായ ആ രീതി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നിഫാക്കിൻ്റെ അടയാളങ്ങൾ പ്രവാചകൻ പലതായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് ഉള്ളിലൊരു മടിയുണ്ടെങ്കിൽ ആ മടി നിഫാക്കിൻ്റെ ലക്ഷണമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകടനപരത, ആരോ കാണാൻ വേണ്ടി, ആർക്കോ വേണ്ടി, ആരോ ചെയ്തത് കണ്ടാൽ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അത് നിഫാക്കിലേക്കുള്ള വഴിയാണ്. നിയ്യത്തുകൾ മാറുക. ഒരു വിശ്വാസി ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ഏത് പ്രവൃത്തിയിലും ഏർപ്പെടേണ്ടത്. ആ നിയ്യത്തിൽ കളങ്കം വന്നാൽ അത് ഹൃദയത്തിലേക്ക് നിഫാക്കിൻ്റെ അംശം കയറിക്കൂടാനുള്ള ഒരു വഴി നമ്മൾ തുറക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കിട്ടിയതിൽ സംതൃപ്തിപ്പെടാതെ അത്യാഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി വല്ലാതെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതും ഈ വഴി തുറക്കപ്പെടുമെന്നുള്ളതാണ്. അതോടൊപ്പം ഉള്ളവർ തന്നെ അവർ പിശുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അതും ഈ ലക്ഷണത്തിൽ പെടുന്നതാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ധാരാളം പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമായി ഞാൻ ഉണർത്തിയ ഒരൊറ്റ കാര്യം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിഫാക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒന്നാമത്തെ വഴി, അത് നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൽ നമ്മൾ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള വഴി തുറക്കപ്പെടുമെന്നുള്ളതാണ്. അത് വരുത്തി വെക്കുക. നേരത്തെ ഞാൻ ഓടിയ ആയത്ത് വെച്ച് നിങ്ങൾ ആലോചിക്കണം. പ്രവാചകൻ്റെ അധ്യാപനം വെച്ച് നിങ്ങൾ ആലോചിക്കണം. അവരുടെ പ്രാർത്ഥന വേണ്ട,
അവർക്ക് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അവരുടെ ഖബറിടത്തിൽ നിങ്ങൾ പോവേണ്ടതില്ല, അവർക്ക് നരകത്തിൻ്റെ അടിത്തട്ട് മാത്രമാണ് സ്ഥാനം എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുമോ എന്ന ഹൃദയവേദനയും ഹൃദയാസ്വസ്ഥതയും ആലോചനയും ചിന്തയും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. അങ്ങനെ ആലോചിച്ച് തിരുത്തേണ്ടത് തിരുത്താനും നിഫാഖിൻ്റെ ഏതെങ്കിലും അംശങ്ങൾ ഒരു രോഗമായി നമ്മുടെ ഉള്ളിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ ചികിത്സിച്ച് വിശ്വാസം കൊണ്ട് ഉയർത്തി പൊറുക്കലിനെ തേടി അങ്ങനെ ചികിത്സിച്ച് മയപ്പെടുത്തി അള്ളാഹുവിലുള്ള വിശ്വാസവും കർമ്മവും ഇത് രണ്ടും നിയ്യത്തോടുകൂടി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. പടച്ചിറപ്പ് അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.